ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കേരള PSCയുടെ LDC എക്സാം ആയിക്കോട്ടെ, LPUP എക്സാം ആയിക്കോട്ടെ, ഇതിനൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പഠിക്കാം. നമുക്ക് പഠിക്കേണ്ട ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇലക്ട്രോപോസിറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഓക്സീകരണം, നിരോക്സീകരണം. ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട് Q&A അല്ലെങ്കിൽ PYQs വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും എപ്പോഴും 100 ലേണേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 60% തെറ്റിക്കുന്ന ഭാഗമാണ്. ഇതിനെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സാമ്പിളിലൂടെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ എന്ത് ചെയ്യാം, പഠിച്ച് ഉറപ്പിക്കാം. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആകെ എത്ര മൂലകങ്ങൾ ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ നിലവിൽ എല്ലാം കൂടി എത്രയുണ്ടെന്നറിയാം? അതെ, 118 മൂലകങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു വെക്കുക. ഈ 118 മൂലകങ്ങളെ എത്രയായിട്ട് വർഗീകരിച്ചിരിക്കുന്നു എന്ന് ചോദിക്കാം. ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. 3 ആയിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. അതില് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അറിയപ്പെടുന്ന പേരാണ് ലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റൽസ്. ഇനി രണ്ടാമത്തെ വർഗീകരണം അറിയപ്പെടുന്ന പേരാണ് അലോഹങ്ങൾ അഥവാ നോൺ മെറ്റൽസ്. അതുപോലെ മൂന്നാമത്തെ വർഗീകരണം അറിയപ്പെടുന്ന പേരാണ് ഉപലോഹങ്ങൾ. ഈ ഉപലോഹങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് മെറ്റലോയിഡ്സ്. അപ്പോൾ ഇത് 3 നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇനി എന്താണ് മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് എന്നത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. മനസ്സിലാക്കേണ്ട കാര്യം, പീരിയോഡിക് ടേബിളിന്റെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് ഇതില് ഏത് മൂലകങ്ങളാണെന്ന് ചോദിക്കാം. 78% കാണപ്പെടുന്നത് ലോഹങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഈ ആറ്റങ്ങളൊക്കെ എന്തിനാ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്? നമുക്കറിയാം, സ്ഥിരത നേടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് സ്ഥിരത നേടുന്നത്? അവരുടെ ബാഹ്യതമ ഷെല്ല് അതല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഷ്ടക സംവിധാനം പൂർത്തീകരിച്ച് അത് നേടിയിട്ടാണ് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്ഥിരത നേടുന്നത്. ഇനി ആറ്റങ്ങൾക്ക് ഇങ്ങനെ സ്ഥിരത നേടാൻ വേണ്ടി രാസപ്രവർത്തനത്തിന്റെ ഭാഗമാകുമ്പോൾ ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അറ്റോമിക കണങ്ങൾ ഏതെന്ന് ചോദിച്ചാലോ? എന്റെ ചോദ്യമാണ്, അത് ഇലക്ട്രോണുകളാണോ, അതോ പ്രോട്ടോണുകളാണോ, അതോ ന്യൂട്രോണുകളാണോ? നമുക്കറിയാം, അതെല്ലാം എന്താണ്? ഇലക്ട്രോണുകളാണ്. ഇനി എങ്ങനെയൊക്കെ ആറ്റങ്ങൾക്ക് സ്ഥിരത നേടാമെന്ന് ചോദിച്ചാൽ, ചില ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടേ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നുണ്ട്. നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. ചില ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ കൊടുക്കൽ വാങ്ങൽ പരിപാടിക്ക് വിധേയമാകാത്ത ഒരു കൂട്ടം ആറ്റങ്ങളുണ്ട്. അവരെ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നു? പങ്കുവെക്കുന്നുണ്ട്. ഇങ്ങനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അഥവാ പങ്കുവെക്കുകയോ ചെയ്യുന്നതിലൂടെ സംയുക്തങ്ങൾ ഉണ്ടായി എന്ത് ചെയ്യുന്നു? ആറ്റങ്ങൾ സ്ഥിരത കൈവരിക്കാൻ കഴിയുന്നു. ആറ്റങ്ങൾക്ക് സ്ഥിരത കൈവരിക്കാൻ കഴിയുന്നു. ഇനി നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരു മൂലകത്തിന് അല്ലെങ്കിൽ ഒരു മൂലക ആറ്റത്തിന് തന്റെ കയ്യിലുള്ള ഇലക്ട്രോണിനെ അഥവാ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവിന് വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അതാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഓക്കെ, എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു ലൂസ് ഇലക്ട്രോൺ. ഒരാറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചാർജുള്ള അയോൺ ആയിട്ട് മാറുമെന്ന് ചോദിക്കാം. അത് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറും. കാരണം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണല്ലോ. അപ്പൊ നെഗറ്റീവിന്റെ അഭാവം പോസിറ്റീവ് ആണെന്ന് ഓർത്തു വെക്കുക. ആ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ വിളിക്കുന്ന പേരാണ്, ഓർത്തു വെച്ചേക്കുക, കാറ്റയോൺ. അങ്ങനെ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് അയോണായിട്ട് മാറാനുള്ള ആറ്റങ്ങളുടെ കഴിവിനെ വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അതാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഇനി പൊതുവെ ഏത് മൂലകങ്ങളാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പീരിയോഡിക് ടേബിളിന്റെ ഭൂരിഭാഗം കാണപ്പെടുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ? യെസ്, ലോഹങ്ങൾ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണെന്ന് പഠിക്കുക. അതാണ് ഇവിടെ എക്സാമ്പിൾസ് തന്നിരിക്കുന്നത്. അതായത് ഗ്രൂപ്പ് 1 ആയിക്കോട്ടെ, ഗ്രൂപ്പ് 2 ആയിക്കോട്ടെ, 3 മുതൽ 12 വരെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലുമിനിയം, മെഗ്നീഷ്യം, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് അയോണായിട്ട് മാറി ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്നു എന്ന് പഠിക്കുക. അതുകൊണ്ട് മെറ്റൽസിനെ അഥവാ ലോഹങ്ങളെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം എന്നറിയോ? ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന പേരിട്ട് വിളിക്കാം. ഓർത്തു വെച്ചേക്കണം.
അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരാം എക്സാമിന്, താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഇലക്ട്രോ പോസിറ്റീവ് മൂലകം ഏത്? അപ്പൊ മെറ്റൽ ഏത് എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് കാണുമ്പോൾ ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പൊ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ അടുത്തതായിട്ട് ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ്, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ് ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്തായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി? പറഞ്ഞു തരട്ടെ, ഇതാ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ആറ്റത്തിന് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ മൂലകങ്ങൾക്ക് രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേര്, അഥവാ നേടാനുള്ള കഴിവ് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാനുള്ള കഴിവ്, അതല്ലെങ്കിൽ വാങ്ങാനുള്ള കഴിവാണ് കേട്ടോ, എബിലിറ്റി ആണ്. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇനി പൊതുവെ ഏത് മൂലകങ്ങളാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്നത് എന്ന് ചോദിക്കാം. അതായത് ഇലക്ട്രോണുകളെ സ്വീകരിക്കാനുള്ള ടെൻഡൻസി ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ ലോഹങ്ങൾ പോസിറ്റീവ് ആണെന്ന് നമ്മൾ പഠിച്ചുവല്ലോ. അപ്പോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്നത് ഏത് കൂട്ടം മൂലകങ്ങളാണ്? യെസ്, അവര് അലോഹങ്ങളാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുകൊണ്ട് നമുക്ക് അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്ന പേരിട്ട് വിളിക്കാം. നോക്കൂ, കാർബൺ, സൾഫർ, ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ ഇതൊക്കെ എന്താണ്? അലോഹങ്ങൾക്ക് ഉദാഹരണമാണെന്ന് പഠിക്കുക. ഇവരൊക്കെ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന മൂലകങ്ങളാണ്. അപ്പോൾ ഇലക്ട്രോൺ സ്വീകരിക്കുക എന്ന് വെച്ചാല് നെഗറ്റീവ് ചാർജിനെ നേടുക, അപ്പൊ കൂടുതൽ നെഗറ്റീവ് ആകുക. അപ്പൊ ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്ത് ചാർജുള്ള അയോണായിട്ട് മാറും? അതെ, നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. ആ നെഗറ്റീവ് ചാർജുള്ള അയോണിനെ വിളിക്കുന്ന പേരാണ് ആനയോണ്. കണ്ടോ, അങ്ങനെ അലോഹങ്ങൾ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ് ആണ്. അപ്പോഴേ നമുക്ക് ആ കൺഫ്യൂഷനും ഒഴിവാക്കിയാലോ. എടാ, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. രാസപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരെന്താ? അതാണ് പോസിറ്റിവിറ്റി. ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്നത് ഏത് കൂട്ടം മൂലകങ്ങളാണ്? ലോഹങ്ങളാണ്. ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുക എന്ന് വെച്ചാല് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് ചാർജുള്ള അയോണായിട്ട് മാറുക? പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറുക. ആ പോസിറ്റീവ് അയോണിനെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? കാറ്റയോൺ എന്ന പേരിട്ട് വിളിക്കുക. കണ്ടോ, ക്ലിയർ അല്ലേ? ഇനി ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ആ നെഗറ്റീവ് അയോണ് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് നിങ്ങളോട് ചോദിക്കാം. അതിന് വിളിക്കുന്ന പേരാണ് ആനയോൺ. പൊതുവെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്നത് ഏത് കൂട്ടം മൂലകങ്ങളാണെന്ന് ചോദിച്ചാലോ, അത് അലോഹങ്ങളാണെന്ന് പഠിച്ചു വെക്കുക. സെറ്റല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിലേ ഇത് ഒരുവിധം എല്ലാവർക്കും സെറ്റായിരിക്കും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മാറിപ്പോവരുത്. അതായത് ഞാനിനി പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നോക്കൂ, ഇലക്ട്രോ പോസിറ്റിവിറ്റിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും എന്താണെന്ന് മനസ്സിലായ നിങ്ങളോട് എന്റെ ചോദ്യം ഇതാണ്: ഓക്സീകരണം എന്താണ്? നിരോക്സീകരണം എന്താണ്? ഓക്സീകരണത്തിനെ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നു, നിരോക്സീകരണത്തിനെ നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നു. എന്താണ് ഇത് രണ്ടും? പറഞ്ഞു തരട്ടെ, ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക. ഒരാറ്റത്തിന് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവിന് വിളിക്കുന്ന പേര് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നാണെങ്കിൽ ഒരാറ്റം ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കാം. ദ പ്രോസസ് ബൈ വിച്ച് an atom loses electron. ഒരാറ്റം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആ പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ. കാണുന്നുണ്ടോ? അതുപോലെ ആറ്റത്തിന് ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് അയോണായിട്ട് മാറാനുള്ള കഴിവിനെ വിളിക്കുന്ന പേര്, ആ കഴിവ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെങ്കിൽ ആറ്റം ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനം, ദ പ്രോസസ് ബൈ വിച്ച് an atom gains electron എന്ന് ചോദിച്ചാലോ, ആ പ്രവർത്തനം, ആ പ്രക്രിയ, ആ രാസപ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് നിരോക്സീകരണം. നിരോക്സീകരണത്തിനെയാണ് ഇംഗ്ലീഷിൽ നമ്മൾ റിഡക്ഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഓക്സീകരണമായിട്ട് മാറിപ്പോവരുത്. കൊടുക്കാനുള്ള കഴിവും കൊടുക്കുന്ന പ്രവർത്തനവും രണ്ടായിട്ട് പഠിക്കണം. ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നിരോക്സീകരണവും മാറിപ്പോവരുത്. വാങ്ങാനുള്ള കഴിവും വാങ്ങുന്ന പ്രവർത്തനവും. കൊടുത്താൽ പോസിറ്റീവ്, വാങ്ങിയാൽ നെഗറ്റീവ്. ആ പോസിറ്റീവ് അയോൺ ആണ് കാറ്റയോണ്, വാങ്ങുമ്പോൾ ആകുന്ന നെഗറ്റീവ് അയോൺ ആണ് ആനയോണ്. അങ്ങനെയാണെങ്കിൽ
ഈ ഇലക്ട്രോ പോസിറ്റിവിറ്റിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഓക്സീകരണവും നിരോക്സീകരണവും ഒക്കെ വരുന്ന ഒരു സംയുക്തത്തിന്റെ കഥ നമുക്ക് നോക്കാവൂ. ആ കഥ ഇങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഉപ്പുണ്ടായ കഥ നമുക്കൊന്ന് പഠിച്ചാലോ? അല്ലെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? നിങ്ങൾ എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കൂ. ഉപ്പ് രാസപരമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉപ്പ് രാസപരമായിട്ട് സോഡിയം ക്ലോറൈഡ് ആണ്, NaCl. ഇത് എങ്ങനെയാ ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ചോദിക്കുമ്പോ എല്ലാരും പറയും അത് കടൽ വെള്ളം എടുത്താ പോരെ, അതിനെ കുറിക്കിയാ പോരെ, ഉപ്പുണ്ടാവുമല്ലോ. അതിന്റെ കെമിസ്ട്രി എന്തെന്നാ ചോദിച്ചത്. അതായത് സോഡിയം ആറ്റം പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ ഗ്രൂപ്പ് മൂലകമാണ്. അവൻ ലോഹമാണ് കേട്ടോ. അവന്റെ അറ്റോമിക നമ്പർ 11. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാ? 2, 8, 1. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, L ഷെല്ല് 2ാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ബാക്കി ഒരെണ്ണം 3ാമത്തെ ഷെല്ല്, 11 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ. ഇയാള് ലോഹമാണ് കേട്ടോ, ഫസ്റ്റ് ഗ്രൂപ്പ്. എന്നാൽ ക്ലോറിൻ ആണെങ്കിലോ നമ്മുടെ പീരിയോഡിക് ടേബിളില് 17ാമത്തെ ഗ്രൂപ്പ് മൂലകം, ഫ്ലൂറിൻ ഫാമിലി, ഹാലോജൻ ഫാമിലിയിൽ വരുന്ന 2ാമത്തെ ആളാണ്. ഈ ക്ലോറിന്റെ അറ്റോമിക നമ്പർ എത്രാന്നറിയോ? അത് 17 ആണ് കേട്ടോ. അപ്പൊ ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം വന്നിട്ട് ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോണുകൾ, അടുത്ത ഷെല്ലില് 8 ഇലക്ട്രോണുകൾ, ഇനി അത് കഴിഞ്ഞ് വരുന്ന ഷെല്ലില് ബാക്കി 7 എണ്ണം ഉണ്ടല്ലോ, 7 ഇലക്ട്രോണുകൾ. കണ്ടോ, ടോട്ടൽ 17 ആയില്ലേ? അപ്പോ ഈ സോഡിയവും ക്ലോറിനും ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. സോഡിയം ഇങ്ങനെ ചിന്തിക്കുവാണ്, എന്റെ ബാഹ്യതമ ഷെല്ലില് 1 ഇലക്ട്രോൺ ഉണ്ട്. ആർക്കെങ്കിലും ഈ 1 ഇലക്ട്രോണിനെ എനിക്കങ്ങ് കൊടുക്കാൻ പറ്റിയാൽ, കണ്ടോ, ഇലക്ട്രോണിനെ അങ്ങ് നഷ്ടപ്പെടുത്തിയാൽ അഷ്ടക സംവിധാനം നേടാമായിരുന്നു. അങ്ങനെ എനിക്ക് സ്ഥിരത കിട്ടിപ്പോയേനെ. ആരെയാ കിട്ടുക? അതുപോലെ ക്ലോറിൻ പറയുവാണ്, അയ്യോ എന്റെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ, ആരെങ്കിലും എനിക്ക് 1 ഇലക്ട്രോൺ കൂടി തന്നിരുന്നു എങ്കിൽ എനിക്ക് അതും കൂടെ വാങ്ങി എന്ത് ചെയ്യാമായിരുന്നു? 8 ആക്കാമായിരുന്നു അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്റെ ബാഹ്യതമ ഷെല്ലിലും എന്ത് വന്നനെ? 8 ഇലക്ട്രോണുകൾ വന്നു. അഷ്ടകം പൂർത്തിയാക്കി എനിക്കും സ്ഥിരത നേടാമായിരുന്നു. അങ്ങനെ ഈ സങ്കടം മനസ്സിൽ വെച്ച് രണ്ടുപേരും 2 സൈഡിൽ കൂടി നടന്ന് ഭൂമി ഉരുണ്ടതാണല്ലോ. ഒരു പോയിന്റിൽ വെച്ച് അവരെന്ത് ചെയ്തു? കണ്ടുമുട്ടി. അങ്ങനെ അവരുടെ അവസ്ഥ പരസ്പരം മനസ്സിലാക്കി സോഡിയം ക്ലോറിനോട് പറയുവാണ്, എന്റെ ബാഹ്യതമ ഷെല്ലിൽ ഇരിക്കുന്ന 1 ഇലക്ട്രോണിനെ ഞാൻ നിനക്ക് തരാം, നീ എടുത്തോളൂ. അങ്ങനെ സോഡിയം തന്റെ കയ്യിലുള്ള ആ 1 ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ക്ലോറിന് കൊടുക്കുകയാണ്. അങ്ങനെ സോഡിയം തന്റെ കയ്യിലെ 1 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് Na+ ആയിട്ട് മാറി. ഇപ്പോ Na+ല് 2, 8 ഇത്രയേ ഉള്ളൂ. ബാഹ്യതമ ഷെല്ലില് 8 ആയല്ലോ. നമുക്ക് അതാണല്ലോ അൾട്ടിമേറ്റ് ലക്ഷ്യം. അതെ. ഇപ്പൊ ക്ലോറിന്റെ കയ്യിലോ? ക്ലോറിൻ ആ 1 ഇലക്ട്രോണിനെ സോഡിയത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് എത്രയായി? അതെ, 2, 8, 8 ആയി. പക്ഷേ വാങ്ങിയതായതുകൊണ്ട് Cl-, കണ്ടോ, കൊടുത്താൽ പോസിറ്റീവ്, വാങ്ങിയാലും നെഗറ്റീവ്. ഇപ്പൊ ക്ലോറിന്റെ ബാഹ്യതമ ഷെല്ലിലും 8 തന്നെയാണ്. കാരണം സോഡിയം ലോഹമാണ്, അതുകൊണ്ട് കൊടുത്തു. ഇനി ക്ലോറിൻ അലോഹമാണ്, അതുകൊണ്ട് വാങ്ങി. കൊടുത്തത് പോസിറ്റീവായി, വാങ്ങിയത് നെഗറ്റീവായി. അങ്ങനെ പോസിറ്റീവ് ചാർജുള്ള എന്നെയും നെഗറ്റീവ് ചാർജുള്ള Cl-ഉം കൂടി ചേരുന്നു. പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യുമല്ലോ. അങ്ങനെ അട്രാക്ട് ചെയ്ത് പരസ്പരം ആകർഷിച്ച് അവരുപ്പായി, അവരൊരു കുടുംബമായി എന്ത് ചെയ്യുന്നു? കഴിയുന്നു. നമ്മുടെയൊക്കെ വീടുകളില് കുപ്പിക്കകത്ത് അങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്നു അല്ലേ? ഉപ്പില്ലാത്ത ഒരു കറി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ പറയും, മിസ്സേ കുറെ കറിയൊക്കെ ഉണ്ടാക്കാമല്ലോ. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടായത്. അപ്പോ സോഡിയം ക്ലോറൈഡിന്റെ ഈ കഥ കേട്ടിട്ട് അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം ഇങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. കാണുന്നുണ്ടോ? സോഡിയം ക്ലോറിനോട് ചെന്ന് പറയുന്നത് കണ്ടോ? യു കംപ്ലീറ്റ് മീ, നീയാണ് എന്നെ എന്താക്കിയത്? പൂർണ്ണമാക്കിയത്. തിരിച്ചും ആ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലേ? ക്ലോറിൻ സോഡിയത്തിനോട് പറയുന്നു, അതെ അതെ അതെ, നീ ഉള്ളത് കൊണ്ട് എനിക്കും ഒരു ജീവിതം കിട്ടി. ഇതൊക്കെ വെറും ചിന്തയാണ് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ. ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് സംഭവം. ദേ കണ്ടോ, സോഡിയം ചെന്ന് ക്ലോറിന്റെ കൈയും കാലും പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. അയ്യോ, ക്ലോറിൻ വിളിക്കുകയാണ്, ദിസ് ഈസ് സോൾട്ട്, ഉപ്പുണ്ടാക്കാൻ കൊണ്ടുപോകുവാണേ, ദൈവമേ എന്നെ ഉപ്പുണ്ടാക്കാൻ കൊണ്ടുപോകുവാണേ, എന്നെ കൊണ്ടുപോകാൻ സമ്മതിക്കരുതേ, ആരെങ്കിലും രക്ഷിക്കൂ. കണ്ടോ, ഇതാണ് ശരിക്കും നടക്കുന്നത്. അപ്പോട്ടെ, ജോക്സ് അപ്പാർട്ട്. അപ്പോ തമാശയൊക്കെ മാറ്റി നിർത്തുന്നു. ഇനി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പോ ഇവിടെ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പിന്റെ രൂപീകരണം എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി പ്രദർശിപ്പിക്കുന്നത് ആരാ?
ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ആരാ കാണിച്ചത്? നമുക്കറിയാം, സോഡിയം. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി പ്രദർശിപ്പിക്കുന്നത് ആരാ? ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ, ഈ കൊടുത്തതിനെ വാങ്ങാൻ ആരെങ്കിലും വേണ്ടേ? ഉണ്ട്, ക്ലോറിൻ. ഇനി കാരണം ഇവിടെ സോഡിയം എന്ന് പറയുന്നത് മെറ്റൽ, ലോഹമാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് നോൺ മെറ്റൽ, അലോഹമാണ്. അതുകൊണ്ടല്ലേ ഓക്സീകരണം സംഭവിക്കുന്നത് ആരാ? അതായത് ഇലക്ട്രോണുകളെ വിട്ടു കൊടുത്തത് ആരാ? നേരത്തെ കൊടുക്കാനുള്ള കഴിവല്ലേ? യെസ്, അഗെയിൻ സോഡിയമാണ്. അതുപോലെ നിരോക്സീകരണം സംഭവിക്കുന്നത് ആർക്കാ? അതായത് സ്വീകരിച്ചത്, വാങ്ങിയത് ആരാ? അതെ, ക്ലോറിൻ ആണ്. അപ്പോ കാറ്റയോൺ ആകുന്നത് ആരാ? വിട്ടുകൊടുത്ത പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറിയത് ആരാ? സോഡിയമാണ്. അതുപോലെ ആനയോൺ ആകുന്നത് ആരാ? യെസ്, അത് ക്ലോറിൻ ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യമാണ്, ഈ രാസപ്രവർത്തനം നടന്നപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടായപ്പോൾ ഇതിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി, ഓക്സീകരണം, നിരോക്സീകരണം ഒക്കെ നിങ്ങൾ പറഞ്ഞു, നമുക്ക് മനസ്സിലായി, കാറ്റയോണും ആനയോണും. ഇതിലെ ഓക്സീകാരി ആരാണ്? അതുപോലെ ഇതിലെ നിരോക്സീകാരി ആരാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമോ? പറയാമോ? ഉത്തരം കമന്റ് ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സില് എന്താണ് ഓക്സീകാരി, എന്താണ് നിരോക്സീകാരി, ഹൈഡ്രജൻ ക്ലോറൈഡും സോഡിയം ക്ലോറൈഡിനെ പോലെയുള്ള ബന്ധനമാണോ കാണിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. അപ്പോ നിങ്ങൾ എന്തായാലും സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിലെ ഓക്സീകാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആരെന്നും നിരോക്സീകാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആരെന്നും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു പറയാനുണ്ടായിരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബാച്ചിനെ കുറിച്ചാണ്. കേരള PSCയിലെ നിലവിലുള്ള കോഴ്സസിന്റെ കാര്യങ്ങളാ പറയുന്നത്. നോക്കൂ, ഈ വരുന്ന ജൂലൈ 3-ന് 2 കോഴ്സസ് ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം VLGSന്റെ ക്രാഷ് ബാച്ചും അതുപോലെ തന്നെ SIയുടെ സ്പെഷ്യൽ ടോപ്പിക്കും അതിന് വരാനിരിക്കുന്നതാണ്. ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് വളരെ മികച്ച അധ്യാപകരുടെ ക്ലാസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഒക്കെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് ബാച്ചിന്റെ ഭാഗമാവുക. ഫീ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. യെസ്, അതുപോലെ ഇപ്പോ LSGS പ്രിലിംസ് എക്സാം കഴിഞ്ഞു. 3 ഘട്ടമായിട്ട് എക്സാം എഴുതി കഴിഞ്ഞവരുണ്ട്. ഇനി അതിന്റെ മെയിൻസ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ജൂൺ 12-ന് എന്ത് ചെയ്തിട്ടുണ്ട്? ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. LSGS മെയിൻസ് പ്ലസ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ചും ഉണ്ട്, അതല്ലാതെ സ്പെഷ്യൽ ടോപ്പിക് മാത്രമായിട്ടുള്ള ബാച്ചും ഉണ്ട്. അപ്പോൾ അതിന്റെ ഫീ എമൗണ്ടും നിങ്ങൾക്ക് കാണാം. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക? കോഴ്സിന്റെ ഭാഗമാവുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ്, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഒരു കാര്യം കൂടി, നമ്മുടെ എക്സൈലം PSCയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു സെഷനുമായിട്ട് കാണാം. താങ്ക്